empowering women in Christ. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശ്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നോഹയുടെ കുടുംബത്തിലെ സ്ത്രീകളെ കുറിച്ചായിരുന്നു. നോഹയുടെ ഭാര്യ, നോഹയുടെ 3 ആൺമക്കളുടെ ഭാര്യമാര്, ഇവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്കറിയാം, അവർ ജീവിച്ചിരുന്നത് വളരെ തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. ലോകം മുഴുവൻ ദുഷിച്ചതായി തീർന്നു എന്ന് കർത്താവ് പറഞ്ഞ കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് അതിന് പ്രാധാന്യം നൽകി ജീവിച്ച 4 സ്ത്രീകളെയാണ് നമ്മൾ കണ്ടത്. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 101 തിരുവാക്യത്തിൽ ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തിരുവചനം വായിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിലും നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. അങ്ങയുടെ വചനം പാലിക്കാൻ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ വേണ്ടി ഞാൻ സകല തിന്മയിൽ നിന്നും, ദുർമാർഗങ്ങളിൽ നിന്നും, തെറ്റായ കാര്യങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങളെ ഞാൻ പിൻവലിക്കുന്നു. ഇവിടെ സ്വന്തമായ ഒരു എഫേർട്ട് ഉണ്ട്. ദാവീദ് രാജാവ് അതാ നമ്മോട് പറയുന്നത്. ദാവീദ് രാജാവ് അറിഞ്ഞുകൊണ്ട് സ്വയം തൻ്റെ പാദങ്ങളെ തിന്മയിൽ നിന്ന് പിൻവലിക്കുകയാണ്. കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെയാണ് ദാവീദ് രാജാവ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഈ ഒരു ആഗ്രഹത്തോടെ കർത്താവിനോട് പറയാം. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കർത്താവെ, അങ്ങയുടെ വചനം പാലിക്കാൻ, അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ. അതിനായിട്ട് സ്വയം തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം തെറ്റിൽ നിന്ന് പാദങ്ങളെ പിൻവലിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. പ്രിയമുള്ളവരെ, ഈ നോഹയുടെ കുടുംബം മുഴുവൻ നമുക്കതല്ലേ കാണിച്ചു തന്നത്. അവർക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു, എന്നാൽ അവർ സ്വയം സൂക്ഷിച്ചു. നമുക്കും ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാം: കർത്താവേ, ഞങ്ങൾ അങ്ങേക്കെതിരെ തെറ്റു ചെയ്യാതെ, പാപം ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. God of mercy and compassion, look with pity upon me. കർത്താവേ, കരുണയായിരിക്കണമേ. Father, let me call thee Father, it's thy child returns to thee. ഹല്ലേലൂയ. Jesus, Lord, I ask for mercy, let me not implore in കർത്താവേ, vain. ഞങ്ങൾ All my പ്രാർത്ഥിക്കുന്നു. sins I now detest them, never will I sin again. ഏറ്റു പറയുന്നു കർത്താവേ, ഞങ്ങൾ ഇനിമേൽ പാപം ചെയ്യാതെ അങ്ങയോട് ചേർന്നിരിക്കുന്നവരാകുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് ഓടി അകലുവാൻ, ഞങ്ങളുടെ പാദങ്ങളെ പാപത്തിൽ നിന്ന് പിൻവലിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. See your Savior bleeding, dying on the cross of Calvary. To that cross my sins have nailed him, yet he bleeds and dies for me. ഹല്ലേലൂയ. Jesus, Lord, I ask for mercy, let me not implore in ഈശോയെ vain. All പ്രാർത്ഥിക്കുന്നു. my sins I now detest them, never will I sin again. ഞങ്ങൾ ഏറ്റു പറയുന്നു Jesus, ഈശോയെ. Lord, I ask for mercy, let me not implore in vain. ഹല്ലേലൂയ. All my sins I now detest them, never will I sin again. ഹല്ലേലൂയ. Never will I sin കർത്താവേ, ഞങ്ങൾ ഏറ്റു again. പറയുന്നു. Never will I sin again. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തെറ്റിൽ നിന്ന്, അങ്ങേ വേദനിപ്പിക്കുന്ന എന്തിൽ നിന്നും ഓടി അകലുവാനായിട്ടുള്ളൊരു അഭിഷേകം
കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാദങ്ങളെ തെറ്റിൽ നിന്ന് പിൻവലിക്കുവാനുള്ളൊരു അഭിഷേകം, തെറ്റിനെ മനസ്സിലാക്കി അതിൽ നിന്ന് ദൂരെ മാറി നിൽക്കുവാനുള്ളൊരു അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൽ നിന്ന് ഓടി അകലുവാൻ, ഞങ്ങളുടെ പാദങ്ങളെ തെറ്റിൽ നിന്ന് പിൻവലിക്കുവാനുള്ള ഒരു കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ അതാണല്ലോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, തെറ്റിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കുവാനുള്ള കൃപ. അതിനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കണമേ. യോസേപ്പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലും വരുവാനായിട്ട് യോസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഹാഗാറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായിയുടെ ദാസിയാണ് ഹാഗാർ എന്ന് പറയുന്നത്. ഇസ്മായിലിൻ്റെ അമ്മയായിട്ട് കർത്താവ് മാറ്റുന്ന ഒരു വ്യക്തിയാണ് ഹാഗാർ. ഹാഗാറിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും എന്താണ് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഹാഗാറിൻ്റെ ആ ഒരു സംഭവം കർത്താവ് വചനത്തിൽ എഴുതി വെച്ചപ്പോൾ എന്തൊക്കെയോ കർത്താവിന് അവളുടെ ജീവിതത്തിലൂടെ നമ്മോട് പറയുവാനുണ്ട്. അതിനായിട്ട് കർത്താവിനെ ശ്രവിക്കുവാനായിട്ട് നമ്മൾ ആയിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സാറായിയെക്കുറിച്ച് അറിയാം. കർത്താവ് സാറായിക്ക് കുഞ്ഞുങ്ങളെ നൽകിയിരുന്നില്ല ഒരു കാലം വരെയും. അതിൽ വലിയ വിഷമത്തിലായിട്ട് മാറുകയാണ് സാറായി. എന്നാൽ അവൾ തന്നെ ഒരു ഉപായം കണ്ടുപിടിക്കുന്നുണ്ട്. തൻ്റെ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാഹത്തിന് കൊടുത്ത് അവളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിനെ തങ്ങളുടെ കുഞ്ഞായിട്ട് കാണാമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ സാറായി പ്ലാനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് തിരുവചന ഭാഗത്തേക്ക് വരാം. അങ്ങനെ സാറായി അബ്രാഹത്തിനോട് ഈ സജഷൻ പറയുകയാണ്. സാറായുടെ നിർബന്ധം മൂലം അബ്രാഹാം അതിന് വഴങ്ങുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അങ്ങനെ സാറായി തൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഹാഗാറിനെ അബ്രാഹത്തിന് ഭാര്യയായി നൽകുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ തിരുവചനം എന്താ പറഞ്ഞു തരുന്നത്? അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. അബ്രാം അവളെ പ്രാപിക്കുകയും അങ്ങനെ ഹാഗാർ ഗർഭിണിയാവുകയും ചെയ്യുകയാണ്. തുടർന്ന് തിരുവചനം പറയുകയാണ്, താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു. ഇവിടെയാണ് ഹാഗാറിന്റെ സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു തരാനായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ സാറായുടെ നിർബന്ധം മൂലം അബ്രാഹാം ഹാഗാറിനെ പ്രാപിക്കുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ, അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതൽ അവൾ തൻ്റെ യജമാനത്തിയോട് വളരെ നിന്ദയോടെ പുച്ഛത്തോടെ പെരുമാറുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇത് സാറായിക്ക് സഹിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയൊരു അനുഗ്രഹം കർത്താവ് നൽകുകയാണ്. എന്നാൽ ആ അനുഗ്രഹത്തിൽ അഭിമാനിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാതെ അവൾ സെൽഫായിട്ട് അവൾ തന്നെ ആ ഒരു ഗ്ലോറി എടുക്കുന്നത് കൊണ്ടാണ് അവൾ ഈ രീതിയിൽ തൻ്റെ യജമാനത്തിയോട് പെരുമാറാനായിട്ട് തുടങ്ങുന്നത്. അവൾ എന്തൊക്കെയോ ആയെന്നുള്ള ചിന്ത, അവൾ തൻ്റെ യജമാനത്തിയേക്കാൾ ഉയർന്ന തലത്തിലായി എന്നുള്ള ചിന്തയൊക്കെ ഹാഗാറിൽ കടന്നുകൂടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് കർത്താവ് തന്നതാണെന്നുള്ള ബോധ്യമാണോ, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എന്തൊക്കെയോ നേടിയെടുത്തു എന്നുള്ള ബോധ്യമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം.
എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈ ഹാഗാറിനെ പോലെ നമ്മളും അധപ്പതിച്ചവരായി തീരുകയാണ്. കർത്താവിൻ്റെ നോട്ടത്തിൽ അതത്ര നല്ല കാര്യമല്ല. എന്ത് തന്നെ ആണെങ്കിലും അത് കർത്താവ് നമുക്ക് നൽകിയതാ. അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു കഴിയുമ്പോൾ അതിനെ പ്രതി അഹങ്കരിക്കുന്നവരായി, ആ അഹങ്കാരത്തിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവരായി നമ്മൾ മാറരുത്. നാം എന്തൊക്കെയോ ആയെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ സ്വയം നമ്മെ തന്നെ വിലയിരുത്തി ഈ ഹാഗാറിനെ പോലെ എൻ്റെ സ്വഭാവത്തിൽ ഈ വക മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളായി കാണാതെ എൻ്റെ തന്നെ നേട്ടങ്ങളായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ. അങ്ങനെ ഹാഗാർ സാറായിയോട് ഈ രീതിയിൽ പെരുമാറി തുടങ്ങിയപ്പോൾ സാറായിക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൾ യജമാനത്തിയാണ്. സാറായിക്ക് വിഷമമാകുന്നു. സാറായി അബ്രാഹത്തോട് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പോൾ അബ്രാഹാം സാറായിയോട് എന്താ പറയുന്നേ? നമുക്ക് 6-ാം തിരുവാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. അബ്രാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അബ്രാഹത്തിന്റെ പൂർണ്ണ അനുമതിയോട് കൂടി സാറായി ഒരു യജമാനത്തിയുടെ റോളിലേക്ക് കയറി നിൽക്കുകയാണ്. സാറായി ഹാഗാറിനോട് ക്രൂരമായി പെരുമാറുകയാ. എന്നാൽ ഹാഗാറിന് ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല. ആ ക്രൂരതയെ വേണ്ട രീതിയിൽ കാണുവാൻ ഹാഗാറിന് സാധിക്കുന്നില്ല. ഹാഗാർ എന്താ ചെയ്തേ? തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പ്രശ്നത്തിൽ നിന്ന് അവൾ ഓടിപ്പോവുകയാണ്. തൻ്റെ യജമാനത്തിയെ വിട്ടിട്ട് അവൾ ഓടി രക്ഷപ്പെടുകയാ ചെയ്യുന്നേ. പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഓടിപ്പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമാണ് ഇവിടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുന്ന നമ്മുടെ പലരുടെയും സ്വഭാവമാണ് കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഹാഗാർ തൻ്റെ പ്രശ്നത്തിൽ നിന്ന്, താൻ നേരിട്ട ആ പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്ന വഴിക്ക് കർത്താവ് അവിടെ വലിയ രീതിയിൽ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. തൊട്ടടുത്ത വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്തു വച്ച് അവളെ കണ്ടെത്തി. കർത്താവിന്റെ കണ്ണുകളിൽ ഒന്നും ഒളിച്ചിരിക്കുന്നില്ല എന്ന് വചനം നമുക്കിവിടെ ബോധ്യപ്പെടുത്തി തരികയാ. എന്താ കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞേ? അടുത്ത വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവിടെ ദൂതൻ ഹാഗാറുമായിട്ട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ദൂതൻ എന്താ അവളെ വിളിച്ചേ? സാറായിയുടെ ദാസിയായ ഹാഗാറേ. താൻ എന്താണെന്ന് ദൂതൻ ആ വാക്യത്തിൽ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ നിയോഗം എന്താണെന്ന് ദൂതൻ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ ഓടിപ്പോയത് കർത്താവ് കാണുകയാ. കർത്താവ് അവളെ തേടിയെത്തി അവളെ വിളിക്കുകയാണ് തൻ്റെ ദൂതൻ വഴിയായിട്ട്. ഇവിടെ ഹാഗാർ ദൂതനുമായിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈജിപ്തുകാരി ദാസിയായ ഈ ഹാഗാറാണ് തിരുവചനത്തിൽ ആദ്യമായിട്ട്, ആദവും ഹവ്വായും വിട്ടുകഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ദൂതനുമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഹാഗാറിലാണ്. നമുക്കറിയാം, ഹവ്വ കർത്താവുമായിട്ട് ഒത്തിരിയേറെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. പിന്നീടുള്ള ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു സ്ത്രീ കർത്താവിൻ്റെ ദൂതനോട് സംസാരിക്കുന്നത് ഇവിടെ ഹാഗാറിലൂടെ അത് സംഭവിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ദൂതൻ അവളുടെ ഭാവിയെക്കുറിച്ച്, തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കുറിച്ച്, കുഞ്ഞെന്തായിത്തീരുമെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ബലപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ദൂതൻ അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൂതൻ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ 9-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ട് ഇരിക്കുക. ഇവിടെ ദൂതൻ ഇനി എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഹാഗാറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹാഗാർ ഈ ദൂതനുമായിട്ടുള്ള എൻകൗണ്ടർ കഴിഞ്ഞ്
താൻ ഏത് പ്രശ്നത്തെയാണോ പേടിച്ചോടിപ്പോന്നത് അതേ പ്രശ്നത്തിലേക്ക് ധൈര്യത്തോടെ തിരിച്ചു ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. അവൾ അവിടേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. പിന്നീട് അവൾ ഈ ഒരു മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ ദൂതൻ അവളോട് വന്ന് സംസാരിക്കുകയാണ്, അവളെ ബലപ്പെടുത്തുകയാണ്, അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദൂതൻ വഴി തന്നെ ബലപ്പെടുത്തിയ, തന്നോട് സംസാരിച്ച കർത്താവിനെ ഹാഗാർ എന്താ ചെയ്യുന്നേ? ഹാഗാറും കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു ആഴം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 13-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ, അവൾ തന്നോട് സംസാരിച്ച ദൂതൻ വഴി തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു. എൽ റോയി എന്ന് വിളിച്ചു. ഇവിടെ ആദ്യമായിട്ടാണ് പരിശുദ്ധ ബൈബിളിൽ, ഇതിനു മുൻപ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നതേയില്ല. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു പേരിടുന്നത്. ഹാഗാർ കർത്താവിനെ എന്താ വിളിച്ചേ? എൽ റോയ് എന്ന് വിളിക്കുകയാണ്. എൽ റോയ് എന്നാൽ ദ ഗാഡ് ഹു സീസ് മീ എന്ന, എന്നെ കാണുന്ന ദൈവം എന്ന അതിൻ്റെ അർത്ഥം. ഹാഗാറിന് അത് വളരെ ആഴത്തിൽ സ്പർശിക്കുകയാണ്. താൻ വേദനിച്ച് ഒറ്റപ്പെട്ട് ആ നിന്ന ഒരവസ്ഥയിൽ തന്നെ കണ്ടെത്തിയ, തൻ്റെ അടുത്തേക്ക് വന്ന, തനിക്ക് വേണ്ടുന്നതായതെല്ലാം പറഞ്ഞു തന്ന, തന്നെ ശക്തിപ്പെടുത്തിയ കർത്താവിനെ അവൾ എൽ റോയ് എന്ന് വിളിച്ചു. തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിൽ അവൾ എന്താ പറയുന്നത്? കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു. അവൾ അവിടെ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുകയെ പ്രിയമുള്ളവരെ. ഒത്തിരിയേറെ വിഷമിച്ചു അവൾ. കുറെ അവളുടെ കയ്യിൽ തെറ്റുണ്ടായിരുന്നു എങ്കിലും ഒത്തിരിയേറെ ആ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം കൂടി വന്നപ്പോൾ അവൾ ആകെ തളർന്നു പോയി. അവൾ ഓടിപ്പോവുകയാ. അവളെ കണ്ടെത്തി തൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് തന്നെ ആശ്വസിപ്പിച്ച ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടെത്തി എന്നവൾ പറയുകയാ. അവളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ആ ഒരു വാക്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നെ കണ്ട ദൈവത്തെ ഞാനും അവിടെ വെച്ച് കണ്ടു എന്ന്. ഇതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കർത്താവ് നമ്മെ നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹാഗാർ പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? എന്നെ കണ്ടെത്തിയ, എന്നെ ആശ്വസിപ്പിച്ച, എനിക്ക് വേണ്ടി മരിച്ചെന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവത്തെ ഞാനും കണ്ടെത്തി എന്ന് പറയാൻ, ആ ദൈവം പറയുന്നതനുസരിച്ച് മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു വെല്ലുവിളിയെ പ്രിയമുള്ളവരെ ഇന്ന് ഹാഗാർ നമുക്ക് മുൻപിൽ വെച്ച് തരുന്നത്. അവൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു, നമ്മൾ കണ്ടു. എന്നാൽ കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് നിയോഗത്താലാണോ അവിടെ ആയിരുന്നത് ആ നിയോഗത്തിലേക്ക് സധൈര്യം അവൾ തിരിച്ചു പോകുന്നതായിട്ട് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൂതൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അവൾ അനുസരിക്കുകയാണ്. സാറായുടെ അടുക്കലേക്ക് അവൾ തിരികെ പോകുന്നു. അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്മായേലിനെ അവിടെ കർത്താവ് അവളിലൂടെ ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാം കാണുന്ന, നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതെല്ലാം കാണുന്ന, നമ്മുടെ മനസ്സിലൂടെ പോലും പോകുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന ഒരു കർത്താവിനെയാ ഇന്ന് ഹാഗാറിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കാണിച്ചു തരുന്നത്. സങ്കീർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 33-ാം സങ്കീർത്തനം 13-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ വചനം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തിരുവചനം വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കി എല്ലാ മനുഷ്യരെയും അവരെന്താ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഈ ഹാഗാറിന് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം കർത്താവ് കണ്ടുകൊണ്ടായിരുന്നേ. അതുപോലെ തന്നെ നാം ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും കാണുന്നവനാണ്. അതിനനുസരിച്ച് നമ്മോട് പെരുമാറുന്നവനാണ് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ. പ്രിയമുള്ളവരെ, ഹാഗാർ ആ ദൈവത്തെ തിരിച്ചറിയുകയാണ് ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ് തൊട്ടടുത്ത വാക്യത്തിലും കർത്താവ് ഉറപ്പിച്ച് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 33-ാം അധ്യായം 14-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്?
തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന 13-ാം തിരുവാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ തിരുവചനം പറയുകയാണ്, തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, രാജാവായിട്ട് ഇരുന്നു കൊണ്ട്, സർവ അധികാരിയായിട്ട്, സർവ അധിപനായിട്ട് ഇരുന്നു കൊണ്ട് കർത്താവ് ഭൂവാസികളെ വീക്ഷിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യമായത് കർത്താവ് ചേർത്ത് കൊടുക്കുകയാ. തൻ്റെ ആ ഒരു ജ്ഞാനത്തിൽ കർത്താവ് എല്ലാം ക്രമീകരിക്കുകയാ. അതല്ലേ ഈ ഹാഗാറിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ഹാഗാറിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ച് അവൾക്ക് ആവശ്യമായതെല്ലാം പറഞ്ഞു കൊടുത്ത് അവളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ അല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ശക്തിപ്പെട്ട ഹാഗാർ എന്താ ഏറ്റു പറഞ്ഞേ? എന്നെ കാണുന്നവനായ, എന്നെ എല്ലാം അറിയുന്നവനായ എൻ്റെ ദൈവത്തെ ഞാൻ ഇവിടെ കണ്ടുമുട്ടി എന്ന ഹാഗാർ പറയുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയപ്പോഴാണ് അവൾക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിന് ആവശ്യമായ ശക്തി ലഭിച്ചത്. തൻ്റെ ജീവിതത്തിൽ എവിടെ നിന്ന് അവൾ ഓടിപ്പോന്നോ അവിടേക്ക് അവൾ തിരിച്ചു ചെല്ലാൻ ധൈര്യം കൊടുത്തത് ആ ഒരു കണ്ടുമുട്ടലിലായിരുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മറ്റൊരു വലിയ പ്രാധാന്യകരമായ ഒരു കാര്യം സങ്കീർത്തനങ്ങൾ 46 1-ാം തിരുവാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ തിരുവചനം നമുക്ക് ഉറപ്പ് തരുന്നത്? ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഒപ്പമുള്ള ഒരു തുണയായിട്ടാ ഇവിടെ കർത്താവിനെ കാണിച്ചു തരുന്നത്. ദൈവമാണ് എന്തു വന്നാലും ഉള്ള നമ്മുടെ അഭയം എന്ന് ഉറപ്പ് തരികയാ. കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴുള്ള നമുക്ക് ഏറ്റവും ഉറപ്പിക്കാവുന്ന തുണ ദൈവമാണെന്ന സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതല്ലേ ഹാഗാറിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അവൾക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല, എവിടേക്കും പോകാനുണ്ടായിരുന്നില്ല. അവിടെ കർത്താവ് അവളുടെ അടുക്കലേക്ക് സഹായം എത്തിക്കുകയാണ്. അവളെ കണ്ടുകൊണ്ട് അവൾക്ക് ആവശ്യമായതെല്ലാം ചേർത്ത് കൊടുക്കുന്ന കർത്താവിനെ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ ഒരു വചനത്തിലൂടെ, ഹാഗാറിന്റെ ജീവിതത്തിലെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മോട് എന്താ പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മെ എപ്പോഴും കണ്ടുകൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമാണ് കർത്താവ് പറയുന്ന വഴിയെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാഗാറിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന, നമ്മെ പഠിപ്പിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നമുക്കായിട്ട് അത്ഭുതകരമായ വഴികൾ ഒരുക്കി നമ്മളെ വഴി നടത്തുന്ന, ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടതയിലും ഉറപ്പുള്ള തുണയായിട്ട് നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദിയോടെ നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതും വഴികളെ ഓർത്താൽ, ദൈവമൊരുക്കും നന്മകൾ ഓർത്താൽ, ദൈവം കരുതും വഴികളെ ഓർത്താൽ, ദൈവമൊരുക്കും നന്മകൾ ഓർത്താൽ, നന്ദിയോടെ പാടിടും ഞാൻ, എന്നും പുകഴ്ത്തിടും ഞാൻ. നന്ദിയോടെ പാടിടും ഞാൻ, എന്നും പുകഴ്ത്തിടും ഞാൻ. നന്ദി പറയുന്നു. അങ്ങ് നടക്കുന്ന വഴികളെ ഓർത്ത്, അങ്ങ് കരുതുന്ന വിധങ്ങളെ ഓർത്ത്, എപ്പോഴും ഉറപ്പുള്ള തുണയായിട്ട് ഞങ്ങളുടെ ഒപ്പമുള്ള അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഈശോയെ നന്ദി. ഹല്ലേലൂയ. നന്ദി ഈശോയെ, നന്ദി. ഹല്ലേലൂയ. ആത്മസന്തോഷം നീകിയതോർത്താൽ, അളവറ്റ നിൻ കാരുണ്യമോർത്താൽ, ആത്മസന്തോഷം നീകിയതോർത്താൽ, അളവറ്റ നിൻ കാരുണ്യമോർത്താൽ, നൃത്തത്തോടെ പാടിടും ഞാൻ, എല്ലാ നാളും ഘോഷിക്കും ഞാൻ, നൃത്തത്തോടെ പാടിടും ഞാൻ, എല്ലാ നാളും ഘോഷിക്കും ഞാൻ. ദൈവം കരുതും വഴികളെ ഓർത്താൽ, ദൈവമൊരുക്കും നന്മകൾ ഓർത്താൽ, ദൈവം കരുതും വഴികളെ ഓർത്താൽ, ദൈവമൊരുക്കും നന്മകൾ
നൃത്തത്തോടെ പാടിടും ഞാൻ, ഈശോയേ, നന്ദി. എല്ലാ നാളും ഘോഷിക്കും ഞാൻ. ഹല്ലേലൂയ. നൃത്തത്തോടെ പാടിടും ഞാൻ, എല്ലാ നാളും ഘോഷിക്കും ഞാൻ. ഈശോയേ, ഞങ്ങൾ നന്ദി പറയുന്നു. പുകഴ്ത്തിടും ഞാൻ, ഹല്ലേലൂയ. നന്ദിയോടെ പാടിടും ഞാൻ. ഹല്ലേലൂയ. നൃത്തത്തോടെ പാടിടും ഞാൻ. നന്ദി ഈശോയേ. ഈശോയേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടുന്നതായതെല്ലാം ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത്, ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, ഞങ്ങൾ മുൻപിൽ പ്രതിസന്ധികളാൽ നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് സഹായം അയച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹാഗാറിൻ്റെ ജീവിതത്തിലെ ഈ ഒരു സംഭവത്തിലൂടെ കർത്താവ് നൽകിയ വലിയൊരു പാഠം ഹാഗാർ ഏറ്റു പറഞ്ഞു, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടുവെന്ന്. അതിനനുസരിച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ ജീവിതങ്ങളായിട്ട്, കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. ആ ഒരു കൃപ കർത്താവ് നൽകട്ടെ. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.